പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഘസാൻ കനഫാനിയുടെ ഹൈഫയിലേക്ക് തിരിച്ചു പോകുന്നവർ എന്ന പുസ്തകമാണ്. ഏകദേശം 84 പേജുള്ള ഈ പുസ്തകം ഫലസ്തീനിലെ ഗസയിലെ ഫലസ്തീനിലെ ഹൈഫ എന്ന സ്ഥലത്ത് അവിടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ആ കുടുംബം 1948 ഉണ്ടായിരുന്ന സംഭവത്തിൽ നിർബന്ധിതമായിട്ട് നാട് വിടേണ്ടി വന്നു. ആ സാഹചര്യവശാൽ അവർക്ക് ആ സമയത്ത് അത്രയും ക്രൂഷ്യലായ പ്രതികൂലമായ സാഹചര്യത്തിൽ 5 മാസം പ്രായമായ അവരുടെ കുട്ടിയെ വീട്ടിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. ഭർത്താവ് നേരത്തെ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയതായിരുന്നു. അദ്ദേഹത്തിന് തിരിച്ച് വീട്ടിലെത്താൻ സാധിച്ചില്ല. ഭർത്താവിനെ അന്വേഷിച്ച് വഴിയിലേക്ക് ഇറങ്ങിയ ആ ഭാര്യയ്ക്കും പിന്നീട് വീട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ആ സന്ദർഭത്തിൻ്റെ ആ ഭീകരാവസ്ഥ കാരണം അവർക്ക് 5 മാസം പ്രായമുള്ള ആ കുട്ടിയെ വീട്ടിൽ നിന്ന് എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് നിർബന്ധിതമായിട്ട് നാട് കടത്തപ്പെടുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അവരുടെ കുടുംബമായി അവിടെ ജീവിക്കുന്നു. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വീണ്ടും ഇതേ സ്ഥലത്തേക്ക് ഒന്ന് പോയി സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ അവർ അവരുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയ സമയത്ത് കാണാൻ കഴിയുന്നത് അവിടെ ഒരു ജൂത കുടുംബം താമസിക്കുന്നതാണ്. ആ ജൂത കുടുംബം താമസിക്കുമ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ കുഞ്ഞ് അവിടെയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ആ കുഞ്ഞിന് ഏകദേശം 20 വയസ്സായിട്ടുണ്ടാവും. ആ കുഞ്ഞ് പുറത്തു പോയതാണ്. ആ കുഞ്ഞിനെ ആ ജൂത കുടുംബം വളർത്തിയിട്ടുണ്ട്. പക്ഷേ അവർ നിലവിലുള്ള ആ കുട്ടിക്കുള്ള പേര് മാറ്റി ഒരു ജൂത വിശ്വാസിയായിട്ട്, ഒരു യഹൂദ വിശ്വാസിയായിട്ടാണ് ആ കുട്ടിയെ വളർത്തിയത്. ആ കുട്ടി ജൂത പള്ളിയിൽ പോകുന്നു, ജൂത പ്രാർത്ഥനകൾ നടത്തുന്നു. അങ്ങനെ തിരിച്ചു വരുന്നു. ആ രാത്രി ആ ജൂത സ്ത്രീയുമായിട്ട് ഈ കുടുംബം ഒരുപാട് സമയം സംസാരിക്കുന്നു. അങ്ങനെ രാത്രി ആയ സമയത്ത് ഏകദേശം ഒരു 9 മണി സമയത്ത് ആ കുട്ടി, ഇപ്പോൾ 20 വയസ്സായ കുട്ടി വീട്ടിലേക്ക് തിരിച്ച് എത്തുന്നു. എന്നിട്ട് അവരുടെ ഈ ഫലസ്തീനിയായ യഥാർത്ഥ മാതാപിതാക്കളെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത അവസ്ഥ. ഇത് ഒരുപക്ഷെ നമുക്ക് വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭയാനകത നമുക്ക് മനസ്സിലായി. ഈ നോവൽ വായിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഭയാനകത നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ഇത് നമ്മൾ കേട്ടറിഞ്ഞുള്ളൂ. ഇതിൻ്റെ അനുഭവത്തിൻ്റെ തീഷ്ണത അറിയണമെങ്കിൽ നമ്മളൊന്ന് അതിനെക്കുറിച്ച് ഇരുത്തി ചിന്തിക്കണം. അത്രയും ഭയാനകമായ, നിർബന്ധിതമായിട്ട് കുടിയേറപ്പെടേണ്ട വന്നവർ, അവർക്ക് നഷ്ടം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മെറ്റീരിയലായിട്ട് കാര്യങ്ങളുള്ള സ്വന്തം രക്തം പോലും, അതായത് സ്വന്തം മക്കളെ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. അത്രയും ഭയാനകമായ ഒരവസ്ഥയാണ് ഫലസ്തീനിൽ നിലവിൽ അന്ന് ഹൈഫയിലും ഇപ്പോൾ ഗസയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തീഷ്ണമായ ഒരവസ്ഥയാണ് ഘസാൻ കനഫാനി അദ്ദേഹത്തിൻ്റെ ഈ നോവലിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഫലസ്തീനെ കുറിച്ച്, അതിൻ്റെ ഭയാനകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ചെറിയൊരു നോവൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഫലസ്തീനിലെ ജൂത ക്രൂരതകളെപ്പറ്റി, ജൂതന്മാരുടെ ക്രൂരത, അതിന് കൂട്ടുനിൽക്കുന്ന ലോക നേതാക്കളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരോട് ഐക്യപ്പെടാം.